തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ബി.ജെ.പി. നേതാക്കളും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിലാണ് ആക്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് മറുപടി പറയുന്നത് സ്വാഭാവികമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്ററി സാന്നിധ്യം എത്രയായാലും ഇവിടെ രാജ്യത്ത് ബി.ജെ.പിയും സംഘപരിവാർ ശക്തികളും മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ് എന്നത് മറക്കേണ്ട. രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അത്യന്തം വിവേചനപരമായ ഇടപെടൽ നാം പൊതുവെ കണ്ടതാണ്. ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങൾ സ്വീകരിച്ച നിലയെന്താ? ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നതിൽ ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതികാരദാഹത്തിനിരയായി ജയിലിലടക്കപ്പെട്ടു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അതിനെതിരെ പ്രതികരിച്ചത്. സർ, പക്ഷേ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായത് ഓർക്കേണ്ടതല്ലേ? കേരളത്തിൽ ഞങ്ങൾക്കെതിരെ ആക്രമണങ്ങളും വ്യാജ നിർമ്മിതികളും ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണ് നിന്നത്? വാർത്തയുടെ വിവരങ്ങളുമായി നൃപൻ ചേരുകയാണ്. നൃപൻ, ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്മേൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നവരോട്, അതുപോലെ ബി.ജെ.പി. ഇവിടെ സമാഹരിച്ച വോട്ടുകളുടെ എണ്ണം, തൃശ്ശൂരിലെ ജയം, എല്ലാം വളരെ കൃത്യമായ നിയമസഭയിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. നീലിമ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന നിയമസഭാ സമ്മേളനമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെയും പരാജയത്തെ സംബന്ധിച്ചുള്ള രൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിലാണ് മുഖ്യമന്ത്രി മുഖവരിയായി പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശം UDF ആകാം, പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയിക്കുമ്പോഴും അത്യധികം ഗൗരവമായി UDF ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അവയാണ് മുഖ്യമന്ത്രി പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ബി.ജെ.പിയുടെ വിജയമാണ്. ബി.ജെ.പി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി ഭൂരിപക്ഷം നേടി. ഒപ്പം തന്നെ തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ വിജയത്തെ ഗൗരവമായി കാണണം. LDFന്റെ പരാജയത്തെ അത് അംഗീകരിക്കുന്നു. അതിൽ പരാജയത്തെ സംബന്ധിച്ച് പൂർണ്ണമായ പരിശോധന LDF ഇടതുപക്ഷം നടത്തും. അതിലെന്തെങ്കിലും തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇടതുപക്ഷം അത് നടത്തുക തന്നെ ചെയ്യും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 6 ലക്ഷം വോട്ടിന്റെ കുറവാണ് UDFനുണ്ടായത്. പരാജയപ്പെട്ട LDFന് 4 ലക്ഷം വോട്ടുകളും ഉണ്ടായി. തൃശൂർ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും കണക്കുകളും നിയമസഭയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി വച്ചു. അതിൽ ഈ പറഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം UDF പുറകിൽ പോയി. ആ UDF 2019 തൃശ്ശൂരിൽ UDFന് ലഭിച്ച വോട്ടുകൾ എവിടെ പോയി? അത് ബി.ജെ.പിയിലേക്ക് പോയി. അതാണ് തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തേണ്ടത്. തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിയമസഭയിലും പാർലമെന്റിലും ഒരേ വോട്ടിംഗ് പാറ്റേൺ അല്ല സാധാരണ സംഭവിക്കുന്നത്. 2014 മുതലുള്ള കണക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ചു. 2014 UDFന് കേരളത്തിൽ ലഭിച്ചത് 12 സീറ്റാണ്. തൊട്ട് പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ വിജയം UDFന് നിലനിർത്താനായില്ല. 2 സ്ഥലങ്ങളിലും LDFനാണ് വിജയം ഉണ്ടായത്. ഇതിന്റെ തനിയാവർത്തനമാണ് 2019 ഉണ്ടായത്. 2019 UDFന് വലിയ വിജയം കേരളത്തിലുണ്ടായി. 18 സീറ്റിലാണ് UDF വിജയിച്ചത്. പക്ഷേ അതിനുശേഷമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചുവരവാണ് LDF നടത്തിയത്. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പിൽ ചില അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ബി.ജെ.പിക്ക് എതിരെ ഒരു വികാരം വരണം, ആ തരത്തിൽ ആലോചനയോടുകൂടി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അത് LDF സർക്കാരിനെതിരെയോ LDFനെതിരെയോ ഉള്ള രാഷ്ട്രീയപരമായ വോട്ടല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ബി.ജെ.പി. ഭരണം പോകണം എന്ന തീരുമാനത്തോടുകൂടി ചില വിഭാഗങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിജയത്തിൽ വലുതായി അഹങ്കരിക്കരുത്. ശരിയായ പരിശോധനയാണ് UDF നടത്തേണ്ടത്. ഈ 11 മണ്ഡലങ്ങളിലെയും ബി.ജെ.പി. മുന്നേറ്റം ഗൗരവമായി UDF പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നീലിമ. ഓക്കെ, നൃപനാണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.